മംഗലാകുന്ന് അയ്യപ്പൻ എന്ന് പറയുന്ന ഗജരാജ വൈഡൂര്യത്തിൻ്റെ ഒരു വിടവാങ്ങൽ അത് ഇതുവരെയും ആനപ്രേമികൾക്കും പൂരപ്രേമികൾക്കും താങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഏറെ നാളായി ചികിത്സയിലായിരുന്ന മംഗലാകുന്ന് അയ്യപ്പൻ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ചേരുന്നത്. അതിൻ്റെ ഒരു ഞെട്ടലിലാണ് ആനപ്രേമികളെല്ലാം ഉള്ളത്. ഇപ്പോൾ മംഗലാകുന്ന് കർണൻ്റെ പാപ്പാനായിരുന്ന ചാമിച്ചേട്ടൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വല്ലാത്തൊരു വിടവാണ് മംഗലാകുന്ന് അയ്യപ്പൻ്റെ ഈ ഒരു പോക്കോടെ. പോയതൊരു നഷ്ടം തന്നെയാണ്. ഭയങ്കര നഷ്ടം. അവർക്ക് മാത്രമല്ല, നാട്ടുകാർക്കൊക്കെയും പൂരപ്രേമികൾക്കൊക്കെയും പോക്ക് തന്നെയാണ്. ചാമിച്ചേട്ടൻ, എന്തായിരുന്നു അയ്യപ്പൻ്റെ പ്രത്യേകത? എന്തായിരുന്നു അയ്യപ്പൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ആദ്യകാലത്ത് അയ്യപ്പത്തിരി മോശമൊക്കെ ആയിരുന്നു. പിന്നെ അവൻ നീരൊക്കെ കഴിഞ്ഞ് നല്ല ശാന്ത സ്വഭാവമായി. പിന്നെ ആന നല്ല ആനയായി. ശശി വേണ്ട പോലെ അതിനെ കൈകാര്യം ചെയ്തായിരുന്നു. പിന്നെ ഒരു കൊമ്പ് എങ്ങനെ പോയി, ആ ഒരു കൊമ്പ് പോയത് അറിഞ്ഞായിരുന്നില്ല. മംഗലാകുന്ന് അയ്യപ്പൻ എന്നുള്ളത് പിന്നെ ഒറ്റക്കൊമ്പെന്നുള്ള പേര് വന്നായിരുന്നില്ല. അത് എവിടെയും അറിഞ്ഞായിരുന്നില്ല. എപ്പോഴും ആനയുടെ കൊമ്പുണ്ടാവും. അത് ശശി നേരെ കൊണ്ടുവന്നായിരുന്നു. കേരളത്തിലെ എല്ലാ പൂരങ്ങളിലും, പ്രധാനപ്പെട്ട എല്ലാ പൂരങ്ങളിലും അയ്യപ്പൻ വേണമെന്നുള്ള നിർബന്ധമായിരുന്നു. ഈ ഒരു പോക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ പോക്ക് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ വിചാരിക്കാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ വന്നതന്നെ. അപ്പം നമ്മളോട് പറയുന്നതൊക്കെ അയ്യപ്പന് സുഖമില്ലാതെ നിൽക്കുകയാണ് എന്നൊക്കെ. ഞാനങ്ങനെ ഇപ്പോൾ എവിടേക്കും പോക്കൊന്നുമില്ല വയ്യാത്തതുകൊണ്ട്. അപ്പോൾ അയ്യപ്പൻ മരണപ്പെട്ടപ്പോൾ ഒന്നുകൂടി വന്നു എന്ന് മാത്രം, ഒന്ന് കാണാമല്ലോ, അവസാനത്തെ കാണലെന്ന് പറഞ്ഞു വന്നതാണ്. സങ്കടം ഉണ്ടാക്കി? ഭയങ്കര സങ്കടമാണ് എല്ലാവർക്കും. തൃശ്ശൂർ പൂരത്തിനൊക്കെ അവിടെ പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിൻ്റെയൊക്കെ ആനകളാണ് സാധാരണ ഇതിൽ തിടം പേറ്റാറ്. അത് ഒരു കൊല്ലത്തെ ഇവിടെ നമ്മുടെ അയ്യപ്പന് അതിന് ഭാഗ്യം കിട്ടി. തൃശ്ശൂർ പൂരത്തിന് പാറമേക്കാവിൽ ഇത്രയധികം ആളുകൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് വരെ ആൾക്കാരെ അയ്യപ്പനെ കാണാൻ വേണ്ടി നല്ല രാത്രി ഇവിടേക്ക് എത്തിയിരുന്നു. അത്രയും വലിയൊരു ഫാൻ പവർ ഉണ്ടാക്കി എടുത്തിരുന്നു അയ്യപ്പൻ്റെ ഒരു സ്വഭാവം. ആദ്യമൊക്കെ മോശമാണെങ്കിലും പിന്നെ അയ്യപ്പൻ നല്ല ശാന്ത സ്വഭാവമായി. പിന്നെ എല്ലാവർക്കും അയ്യപ്പനെ എഴുന്നള്ളിക്കണം വേണമെന്നുള്ള പൂര കമ്മിറ്റിക്കാർക്കൊക്കെ നിർബന്ധമായിരുന്നു. ഏക്കത്തുകയിലെ റെക്കോർഡ് അയ്യപ്പൻ്റെ പേരിലല്ലോ, 9 ലക്ഷത്തിന്. അതെനിക്ക് പറയാൻ പറ്റില്ല. അതെ, തലപ്പൊക്കം കൊണ്ട് ഒരു പ്രധാനമായിരുന്നു. തലപ്പൊക്കം എന്ന് പറഞ്ഞാൽ സാമാന്യം നല്ലൊരു ആന, എല്ലാം കൂടെ ഒരു തെറ്റില്ലാത്തൊരാനയായിരുന്നു. ഏതായാലും ഈ മംഗലാകുന്ന് അയ്യപ്പൻ്റെ ഈ അപ്രതീക്ഷിതമായുള്ള ഒരു പോക്കിൽ വലിയ രീതിയിൽ നടുങ്ങിയിരിക്കുകയാണ് ആനപ്രേമികളും അതുപോലെ തന്നെ പൂരപ്രേമികളും. ആനയുടെ ഒരു ആകാര ഭംഗി കൊണ്ടും തലപ്പൊക്കം കൊണ്ടും അതിൻ്റെ സ്വഭാവം കൊണ്ടാണ് ഇത്രയും അധികം ആളുകൾക്ക് അയ്യപ്പനെ ഇത്രയും സ്നേഹിക്കാൻ ഒരു കാരണമുണ്ടാക്കി. ഏതായാലും അയ്യപ്പൻ്റെ ഈ ഒരു വിയോഗത്തിൽ എല്ലാ ആനപ്രേമികളും വല്ലാത്തൊരു സങ്കടത്തിലാണ്. അവരെല്ലാം ഈ മംഗലാകുന്ന് ആന തറവാട്ടിലേക്ക് എത്തി അയ്യപ്പനെ ഒരു അവസാനം കാണാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലീൻ, റിപ്പോർട്ടർ പാലക്കാട്.